नमस्ते बच्चों, सब कैसे हैं? कुशल है ना? अच्छा, കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന പ്രവർത്തനം ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ടീച്ചർ തന്ന പ്രവർത്തനം? ഓർമ്മയുണ്ടോ? അതെ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലേ? എല്ലാവരും ചെയ്തോ? ടീച്ചർ ചെയ്ത പോലെ തന്നെയാണോ നിങ്ങൾ ചെയ്തതെന്നും ഒന്ന് നോക്കാം. ഈ മാതൃക നോക്കൂ. ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഭായി, കുവാര, ഗേഹു, സാജാ ഖേത്തി. ആദ്യത്തെ സെന്റൻസ് ഏതാണെന്ന് നോക്കാം. ദോ ഡാഷ് ഥേ. ഇവിടെ എന്താണ് വരേണ്ടത്? ദോ ഭായി ഥേ. അഗ്ല ഛോട്ടാ ഡാഷ് ഥാ. ഇവിടെ എന്തായിരിക്കും? ഛോട്ടാ കുവാര ഥാ. तीसरा देखिए, മൂന്നാമത്തെ നോക്കൂ. दोनों भाई ഡാഷ് करते थे. ഇവിടെ ഏത് വാക്കായിരിക്കും വിട്ടുപോയത്? പറയാമോ? दोनों भाई साझा खेती करते थे. അടുത്തതോ? उनके खेत में डैश की फसल पककर तैयार हो गई थी. എന്തായിരുന്നു വിളവെടുപ്പിന് പാകമായി നിന്നിരുന്നത്? गेहूं. उनके खेत में गेहूं की फसल पककर तैयार हो गई थी. ബച്ചോ, നിങ്ങളും ഇതുപോലെ തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? ठीक है बच्चों. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കഥയായിരുന്നു പഠിച്ചത് അല്ലേ? കഹാനി. കഥയ്ക്ക് എന്താ പറയാ? കഹാനി. കഹാനി കാ നാം ക്യാ ഥാ? കഥയുടെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടല്ലേ? ദോ ഭായി. എന്തായിരുന്നു കഥ? കഥയുടെ ആദ്യത്തെ ഒരു അല്പഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ? രണ്ട് കൃഷിക്കാർ അല്ലേ? കൃഷിക്കാരായ സഹോദരന്മാരുടെ കഥയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? അവരെന്തായിരുന്നു കൃഷി ചെയ്തിരുന്നത്? ഗേഹു. എന്തായിരുന്നു? ഗേഹു, ഗോതമ്പ്. രണ്ടുപേരും സഹോദരന്മാരായിരുന്നത് കൊണ്ട് തന്നെ കൂട്ടുകൃഷിയാണ് അവർ ചെയ്തിരുന്നത്. എന്തായിരുന്നു കഥയുടെ ബാക്കി? ഓർക്കുന്നുണ്ടോ? അവരെന്ത് ചെയ്തു? അവർ ഗോതമ്പ് വിളവെടുക്കാനായപ്പോൾ അവർ ഗോതമ്പൊക്കെ വിളവെടുത്ത് അവർ ആ ഗോതമ്പ് എല്ലാം കളപ്പുരയിൽ കൂട്ടി അല്ലേ? ഓർമ്മയുണ്ടല്ലേ? എന്നിട്ടോ? എന്നിട്ട് അത് ചുമന്ന് വീട്ടിൽ കൊണ്ടിടാനേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും രാത്രിയായിപ്പോയിരുന്നു. രാത്രിയായി പോയതുകൊണ്ട് അവരെന്ത് ചെയ്തു? കളപ്പുരയിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. കാവൽ നിന്നില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകും അല്ലേ? അത്ര കഷ്ടപ്പെട്ട് അവർ വിളവെടുത്തതല്ലേ? ശരി, രാത്രിയായപ്പോഴേക്കും അവർക്ക് വിശന്നു. ഉനെ ഭൂക്ക് ലഗ. രണ്ടുപേർക്കും വിശന്നപ്പോൾ അവരെന്ത് ചെയ്തു? മാറി മാറിപ്പോയി ഭക്ഷണം കഴിച്ചു വരാമെന്ന് തീരുമാനിച്ചു. ഇത്ര വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ബാക്കി ഭാഗം കേൾക്കാൻ കൊതിയായി അല്ലേ? കഥ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നമുക്ക് അടുത്ത ഭാഗം കേൾക്കാം അല്ലേ? എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ 51-ാമത്തെ പേജ് എടുക്കൂ. എടുത്തോ? ശരി, ഇനി അടുത്ത ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ്. ദൂസരാ ഭാഗ് ഹം അബ് പഠ്നെ ജാ രഹേ ഹൈ. തോ ദേഖിയേ. ആദ്യം ടീച്ചർ വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. നോക്കൂ. पहले बड़ा भाई खाना खाने घर गया. छोटा भाई खलिहान पर ही रुका रहा. वो सोचने लगा, भाई की शादी हो गई है, उनका परिवार है, इसलिए उन्हें ज्यादा गेहूं की जरूरत होगी. ये सोचकर उसने अपनी ढेर से कई टोकरी गेहूं लेकर बड़े भाई वाले ढेर में मिला दी. बड़ा भाई थोड़ी देर में खाकर लौटा. छोटा खाना खाने घर चला गया. बड़ा भाई सोचने लगा, मेरा तो परिवार है, बच्चे हैं, वे मेरा ध्यान रख सकते हैं, लेकिन छोटा भाई अकेला है,
उसे देखने वाला कोई नहीं है। उसे ज्यादा गेहूं की जरूरत है। उसने अपने ढेर से उठाकर कई टोकरी गेहूं छोटे भाई वाले गेहूं के ढेर में मिला दी। पहले बड़ा भाई खाना खाने घर गया. ആദ്യം മൂത്ത സഹോദരൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയി. ഖാന ഖാന ഭക്ഷണം. ഛോട്ടാ ഭായി ഖലിഹാൻ പർ ഹി റുക്കാ രഹാ. ഇളയ സഹോദരൻ എന്ത് ചെയ്തു? ഇളയ സഹോദരൻ കളപ്പുരയിൽ തന്നെ നിന്നു. കളപ്പുര എന്നുള്ളതിന് നമ്മൾ പഠിച്ച വാക്കേതാ? അതെ, ഖലിഹാൻ. ഇളയ സഹോദരൻ ആ കളപ്പുരയിൽ തന്നെ നിന്നു. എന്നിട്ടോ वो सोचने लगा भाई की शादी हो गई है, उनका परिवार है. മൂത്ത സഹോദരൻ പോയി കഴിഞ്ഞപ്പോൾ ഇളയ സഹോദരൻ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? നമ്മളും ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ടല്ലേ? ശരി, ചിന്തിക്കുക എന്നുള്ളതിനുള്ള വാക്കേതാ? സോച്ചന. ഓ ഛോട്ടാ ഭായി സോച്ചനെ ലഗ. ഇളയ സഹോദരൻ എന്തോ ചിന്തിക്കാൻ തുടങ്ങി. എന്താ ചിന്തിച്ചത്? ഭായിക്ക് ഷാദി ഹോ ഗയി ഹെ. എൻ്റെ ജ്യേഷ്ഠൻ്റെ, എൻ്റെ സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. ആദ്യം നമ്മൾ കണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. മൂത്ത സഹോദരൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? അതെ. അപ്പം ഇളയ സഹോദരൻ ചിന്തിക്കുകയാണ്, എൻ്റെ സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. ഉൻകാ പരിവാർ ഹെ. അദ്ദേഹത്തിനാണെങ്കിൽ കുടുംബവുമുണ്ട്. ഇസ്ലിയെ ഉൻഹെ ജ്യാദാ ഗേഹൂം കി ജറൂരത്ത് ഹോഗി. അതുകൊണ്ട് തന്നെ, അതായത് കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഗോതമ്പ് ആവശ്യമായി വന്നേക്കാം. ജ്യാദാ ക്യാ ഹെ? ജ്യാദാ കാ മത്ലബ് കൂടുതൽ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠന് കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ ഗോതമ്പ് ആവശ്യമായി വരും. യേ സോച്ച്കർ ഉസ്നെ അപ്നെ ഢേർ സെ कई टोकरी गेहूं लेकर बड़े भाई वाले ढेर में मिला दी. അതോർത്തിട്ട് ഇപ്പം കുടുംബം എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ചിലവൊക്കെ കാണും അല്ലേ? അപ്പോൾ ഒരു കുടുംബത്തിൽ കൂടുതൽ ചിലവൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ആ ഒരു സ്നേഹം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നുകൊണ്ടാണത് അല്ലേ? അത് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ 2 പേർക്കും 2 പങ്കാക്കി വീതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ നിന്നും തൻ്റെ പങ്കിൽ നിന്നും കുറച്ച് ഒരു കുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. ആ കുട്ടയ്ക്കൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് അവിടെ, ടോക്കരി. കൈ ടോക്കരി. ടോക്കരി കുട്ട. കുറേ കുട്ട ഗോതമ്പെടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് ഇട്ടുകൊടുത്തു. നിങ്ങളങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അതായത് നമ്മുടെ ചേട്ടന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ 2 ഭാഗമാക്കുമ്പോൾ ആ ഭാഗത്തിൽ അല്പം കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരല്പം കൂടി ചേട്ടന് കൊടുത്തേക്കാം, അല്ലെങ്കിൽ അനിയന് കൊടുത്തേക്കാം എന്നൊക്കെ തോന്നൽ നിങ്ങൾക്കും തോന്നാറുണ്ടോ? അങ്ങനെ തോന്നണം കേട്ടോ. ഇവിടെ നമ്മുടെ ഇളയ സഹോദരൻ ഇങ്ങനെ ചെയ്തു അല്ലേ? ഇനിയോ? ബഡാ ഭായി തോടി ദേർ മേ ഖാക്കർ ലോട്ട. അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മൂത്ത സഹോദരൻ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. ലോട്ട തിരിച്ചു വന്നു. ഛോട്ടാ ഖാന ഖാനെ ഘർ പർ ചലാ ഗയാ. ജ്യേഷ്ഠൻ തിരിച്ചു വന്നപ്പോൾ അനിയൻ എന്ത് ചെയ്തു? ഇനി അനിയൻ്റെ ഊഴമല്ലേ? അനിയൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ബഡാ ഭായി സോച്നെ ലഗ. ഇളയ സഹോദരൻ പോയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഒരു കാര്യം ആലോചിച്ചു. ആദ്യം അങ്ങനെയായിരുന്നു അല്ലേ? ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഇളയ ആൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. ചേട്ടനെ കുറച്ച് കൊടുത്തേക്കാം, ചേട്ടന് കുടുംബമൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ അല്ലേ? നമ്മൾ ഓർക്കുന്നുണ്ട്. ശരി, ഇപ്പോൾ അനിയൻ്റെ ഊഴമായി. അനിയൻ പോയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്താ ഓർത്തത്? നോക്കാം. മേരാ തോ പരിവാർ ഹെ, ബച്ചേ ഹെ. എനിക്കാണെങ്കിൽ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. വേ മേരാ ധ്യാൻ രഖ് സക്തേ ഹെ. അവരെൻ്റെ കാര്യമൊക്കെ നോക്കിക്കോളും. ധ്യാൻ രഖ്ന. ക്യാ ഹെ ധ്യാൻ രഖ്ന? ശ്രദ്ധയുണ്ടാവുക, ശ്രദ്ധിക്കുക. അതായത് വീട്ടിൽ കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളപ്പോൾ ഗൃഹനാഥനെ കൂടുതൽ ശ്രദ്ധിച്ചോളും അല്ലേ? അദ്ദേഹം അങ്ങനെയാണ് ചിന്തിച്ചത്. എനിക്കാണെങ്കിൽ വീടും കുടുംബവും മക്കളും ഒക്കെയുണ്ട്, അവർ എൻ്റെ കാര്യം ശ്രദ്ധിച്ചോളും
പിന്നെയോ? ലേക്കിൻ ഛോട്ടാ ഭായി അക്കേലാ ഹേ. പക്ഷേ എൻ്റെ ഇളയ സഹോദരൻ അവൻ തനിയെയാണ്. അക്കേല, തനിയെ, ഒറ്റയ്ക്ക്. അപ്പോൾ എൻ്റെ അനിയൻ ഒറ്റയ്ക്കാണ്. ഉസേ ദേഖ്നെ വാലാ കോയി നഹി ഹെ. അവനെ നോക്കാൻ ആരുമില്ല. ഉസേ ജ്യാദാ ഗേഹൂം കി ജറൂരത്ത് ഹെ. അവന് കൂടുതൽ ഗോതമ്പ് ആവശ്യമുണ്ട്. എത്ര നല്ല ചിന്തയാണല്ലേ. നിങ്ങളിങ്ങനെ ചിന്തിക്കാറുണ്ടോ മക്കളെ? ഒരു ചേട്ടൻ തൻ്റെ അനിയന് വേണ്ടി കരുതി വെക്കുന്നത് അല്ലേ? ഇങ്ങനെ നമ്മളുടെ മനസ്സിലും ഇത്തരം സഹിഷ്ണുതയും സ്നേഹവും ഒക്കെ ഉണ്ടാവണം. സഹോദരനായതുകൊണ്ട് തന്നെ ആയിരിക്കില്ല അല്ലേ, ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ചിന്തിച്ചത് അല്ലേ? उसने अपने ढेर से उठाकर कई टोकरी गेहूं छोटे भाई वाले गेहूं के ढेर में मिला दी. അദ്ദേഹം എന്താ ചെയ്തത്? തൻ്റെ പങ്കിലുള്ള ആ ഗോതമ്പിൽ നിന്ന് കുറേ കുട്ട വാരി അനുജൻ്റെ ഗോതമ്പിരിക്കുന്ന ഭാഗത്തേക്ക് ഇട്ടു. കഥ ഇവിടെ അവസാനിക്കുകയാണ്. എത്ര നല്ല സഹോദരന്മാരാണല്ലേ അവർ. ഇങ്ങനെ സ്നേഹവും സഹിഷ്ണുതയും ഒക്കെയായി ഒരുമിച്ച് ഒരുപാട് കാലം അവർ ജീവിച്ചിട്ടുമുണ്ടാകും അല്ലേ? നമ്മളും ഇതെല്ലാം കണ്ടുവേണം പഠിക്കാൻ. നിങ്ങൾ ഇത്തരത്തിലുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ കഥ നമുക്ക് ഒന്നുകൂടി കേട്ടാലോ? കേൾക്കാം. दो भाई थे. बड़े का परिवार था, छोटा कुंवारा था. दोनों भाई साझा खेती करते थे. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. दोनों ने मिलकर फसल काटी और गेहूं तैयार किया. इसके बाद दोनों ने आधा आधा गेहूं बांट लिया. रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रुकना था. मुझे भूख लगती है. मुझे भी. तो हम बारी बारी से घर जाएं? हाँ भैया, पहले आप जाइए. छोटा भाई खलिहान पर ही रुका रहा. भाई का परिवार है, इसलिए उन्हें ज्यादा गेहूं की जरूरत होगी. छोटे भाई ने अपने ढेर से कई टोकरी गेहूं लेकर बड़े भाई वाले ढेर में मिला दी. बड़े भाई के लौट आने के बाद छोटा खाना खाने घर चला गया. मेरा तो परिवार है, लेकिन छोटा भाई अकेला है. उसे देखने वाला कोई नहीं है. उसे ज्यादा गेहूं की जरूरत है. बड़े भाई ने अपने ढेर से उठाकर कई टोकरी गेहूं छोटे भाई वाले गेहूं के ढेर में मिला दी. ബച്ചോ, ഇനി നമുക്ക് അടുത്തതായി ഒരു പ്രവർത്തനം ചെയ്തു നോക്കിയാലോ? നമ്മുടെ പാഠപുസ്തകത്തിലെ 56-ാമത്തെ പേജ് എല്ലാവരും എടുക്കൂ. കണ്ടോ? കുറേ ബലൂണുകളൊക്കെ കാണുന്നുണ്ടല്ലേ? എന്ത് ചെയ്യാനാ? ഗുബ്ബാരോ കോ പക്കടേ. ബലൂണുകളെ പിടിക്കൂ. നോക്കാം, ആ പ്രവർത്തനം ഒന്ന് നോക്കാം നമുക്ക്. കുറേ വാക്കുകളുണ്ടല്ലേ? ഓരോ ബലൂണിലും ഓരോ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഈ വാക്കുകളെ ചേർത്തുകൊണ്ട് ഓരോരോ വാക്യങ്ങൾ നിർമ്മിക്കണം. മനസ്സിലായോ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് ആ വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? കുറേ വാക്കുകളുണ്ടല്ലേ? ആദ്യത്തെ വാക്ക് നോക്കൂ. ഖലിഹാൻ. ഖലിഹാൻ കളപ്പുര. ഫൂൽ പൂവ്. ഭായി സഹോദരൻ. ബഡാ വലിയ. പേട് വൃക്ഷം. വഹാ അവിടെ. വഹ് അത്, അത് അവൻ അവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഹേ ആണ്, ആകുന്നു. മുർജായ വാടിയ. സുന്ദർ സുന്ദരമായ. ഖേത്ത് വയൽ കൃഷിസ്ഥലം. ഘർ വീട്. ആംഗൻ മുറ്റം. കുവാര അവിവാഹിതനായ, വിവാഹം കഴിച്ചിട്ടില്ലാത്ത. ഥ ആയിരുന്നു, ഉണ്ടായിരുന്നു.
ആദ്യം ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു തരാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. വോ മുർജായ ഫൂൽ ഹേ. കണ്ടോ, ആ വാക്കുകൾ ഉപയോഗിച്ച് നമ്മളൊരു വാക്യമുണ്ടാക്കി അല്ലേ? ഇതുപോലെ അതിലെ വിവിധങ്ങളായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും വാക്യങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല നല്ല വാക്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. കുട്ടികളെ, ഈ പ്രവർത്തനത്തോടു കൂടി ഈ പാഠം അവസാനിച്ചിരിക്കുകയാണ്. വീണ്ടും അടുത്ത പാഠത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ക്ലാസ്സിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, ധന്യവാദം.